നമസ്കാരം, ഗ്രാമ്യ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്താൻ മോട്ടോർ വാഹന വകുപ്പ് ജനകീയ സദസ്സ് നടത്തി. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ പുതിയ ആസ്ഥാന മന്ദിരം സഹകരണ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. മണലൂർ ഗവൺമെന്റ് സ്കൂളിന് അപകട ഭീഷണിയായി നിന്നിരുന്ന മരങ്ങൾ മുറിച്ചുമാറ്റി. വാർത്തകൾ വിശദമായി. പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് നാട്ടിക നിയോജക മണ്ഡലത്തിൽ ജനകീയ സദസ്സ് നടത്തി. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ ജനകീയ സദസ്സ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. എന്തിനും MLA റോഡ് ഇവിടെ ഓടിയിട്ട് എന്താ കാര്യം? നമ്മുടെ റോഡുമായി ബന്ധപ്പെട്ട് ദിവസത്തിനകത്തുണ്ട്. ഇങ്ങനെയൊക്കെ റോഡൊക്കെ പൊളിച്ചിട്ടിട്ട് ഞങ്ങൾ എന്ത് വെച്ചാൽ ഞങ്ങൾക്ക് ഓടിയിട്ട് 10 രൂപ പോലും കിട്ടുന്നില്ല. റോഡ് പണിയുന്ന പണി അതെന്താണ് പണി? അത് പലപ്പോഴും പരാതി ജോയിട്ടോടെ ഇരിപ്പുണ്ട്. എപ്പോഴും നമ്മുടെ MLA ഓഫീസിലേക്ക് കയറി വരും. എന്താ ഇവിടുത്തെ ഇതൊരു ഗതാഗത പ്രശ്നങ്ങളെ കുറിച്ച് പറയണം. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ ഒരുപാട് ബസ് സ്റ്റോപ്പുകളുണ്ട്. ഓരോരുത്തരുടെ സ്ഥലത്തിന് ബസ് സ്റ്റോപ്പുകളൊക്കെ ഉണ്ട്. ആ ബസ് സ്റ്റോപ്പിലൊന്നും ഇപ്പോൾ ഈ വാഹനങ്ങളൊന്നും നിർത്തുന്ന പ്രൈവറ്റ് ട്രാൻസ്പോർട്ടും അതുപോലെ പൊതു പ്രൈവറ്റുകളൊന്നും നിർത്തുന്നില്ല. അപ്പോൾ അത് നിർത്തുന്നതിനൊക്കെ ആവശ്യമായ രീതിയിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നാണ് നമ്മുടെ ഏറ്റവും മർമ്മപ്രദമായ വിജയം. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷനായി. തൃപ്രയാർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ, ചെറുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ചെറുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത കള്ളിയത്ത്, അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, KSRTC ട്രാൻസ്പോർട്ട് ഓഫീസർ ഉബൈദ്, ബസ്സുടമകളായ ജോയ്, നസീർ, അബ്ബാസ്, ഡ്രൈവേഴ്സ് യൂണിയൻ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ പുതിയ ആസ്ഥാന മന്ദിരം സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ നാടിന് സമർപ്പിച്ചു. ഒപ്പം 107 കോടി രൂപയുടെ നിക്ഷേപം മറ്റ് ബാങ്കുകളിലെല്ലാമുള്ള ഈ സാമ്പത്തിക സ്ഥാപനം ഈ പ്രദേശത്തെ സാധാരണ ജനങ്ങളുടെ അത്താണിയായി പ്രവർത്തിക്കുന്നു എന്നതിൽ ഏറെ സന്തോഷിക്കുന്നു. മനോഹരമായ ഒരു ആസ്ഥാന മന്ദിരം ഈ സ്ഥാപനത്തിന് അനിവാര്യമായി. അത് നിർമ്മിച്ച ഇതിൻ്റെ അണിയറ ശില്പികളെ, ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വപരമായി പങ്കുവയ്ക്കുന്ന ബാങ്കിൻ്റെ പ്രസിഡന്റ് നേതൃത്വമുള്ള ഭരണസമിതിയെയും സെക്രട്ടറിയുടെ നേതൃത്വമുള്ള ജീവനക്കാരെയും സഹകരണ വകുപ്പിന് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. സമന്വയ സഹകരണ മാർട്ട് CC മുകുന്ദൻ MLAയും ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണനും ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് IK വിഷ്ണുദാസ് അധ്യക്ഷനായി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ ചടങ്ങിൽ കൈമാറി. ബാങ്ക് മുഴുവൻ പ്രസിഡന്റുമാരായ PM അഹമ്മദ്, പ്രൊഫസർ KU അരുണൻ, MK രാമചന്ദ്രൻ, KR സീത എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കെട്ടിട ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കി. ബാങ്ക് സെക്രട്ടറി PC ഫൈസൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കെട്ടിടം നിർമ്മിച്ച ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ചടങ്ങിൽ മന്ത്രി ഉപഹാരം നൽകി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM അഹമ്മദ്, മഞ്ജുള അരുണൻ, ഡെപ്യൂട്ടി രജിസ്ട്രാർ TK രവീന്ദ്രൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് PV മോഹനൻ, വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CR ഷൈൻ, EP അജയ് ഘോഷ്, PK ചന്ദ്രശേഖരൻ, MA ഹാരിസ് ബാബു, VP ആനന്ദൻ, മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. അനുബന്ധ സ്ഥാപനങ്ങളുമായി വലപ്പാട് ബ്രാഞ്ചും സഹകരണ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്ന വിപണന കേന്ദ്രമായ സമന്വയ സഹകരണ മാർട്ടും പ്രവർത്തിക്കും. കേരള ദിനേശ്, മിൽമ സ്റ്റോഴ്സ് ആൻഡ് പാർലർ, റേസ് കോ ഉൽപ്പന്നങ്ങൾ, കേരള സോപ്സ്, പള്ളിയാക്കൽ സർവീസ് സഹകരണ സംഘത്തിന്റെ പൊക്കാളി അരിയും മറ്റു ഉൽപ്പന്നങ്ങളും, വെങ്ങിനിശ്ശേരി വെളിച്ചെണ്ണ, തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹ്യ തേയില, വാരപ്പെട്ടി സർവീസ് സഹകരണ ബാങ്കിന്റെ ഗ്രീൻ പ്രോഡക്റ്റ്, മറയൂർ ശർക്കര, മത്സ്യഫെഡ് ഉൽപ്പന്നങ്ങൾ എന്നിവ സമന്വയ മാർട്ടിലുണ്ട്.
മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അപകട ഭീഷണിയായി നിന്നിരുന്ന തണൽ മരങ്ങൾ മുറിച്ചുമാറ്റി. കെട്ടിടങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും മരങ്ങൾ വെല്ലുവിളിയായതോടെയാണ് ഇവ മുറിച്ചുമാറ്റിയത്. സ്കൂളിന്റെ ഫിറ്റ്നസ് നഷ്ടപ്പെടാതിരിക്കാനാണ് മരങ്ങൾ മുറിക്കേണ്ടി വന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനത്തിൽ വിദ്യാർത്ഥികൾ വെച്ചുപിടിപ്പിച്ച മദിരാശി മരങ്ങളാണ് ഇതിൽ ഭൂരിഭാഗവും. 23 മരങ്ങളാണ് മുറിച്ചു നീക്കിയത്. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള സ്കൂളിലെ മരങ്ങൾ മുറിച്ചു നീക്കിയതോടെ വേനലിൽ സ്കൂൾ മുറ്റത്തും പരിസരത്തും കനത്ത ചൂടാകും അനുഭവപ്പെടുക. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നാട്ടിക യൂണിറ്റ് കൺവെൻഷൻ നടത്തി. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഇ വി ദശരഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പി ആർ രഘുനാഥ് മാസ്റ്റർ അധ്യക്ഷനായി. പെൻഷൻ സംഘടനയിൽ ഈ വർഷം പുതിയതായി അംഗങ്ങളായി ചേർന്ന നാട്ടിക പഞ്ചായത്തിലെ 10 പേരെ ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ എം വി മധു സ്വീകരിച്ചു. KSSPU അംഗങ്ങളായിരുന്ന മങ്ക ടീച്ചർ, ടി ആർ മുരളി, ടി എസ് കൃഷ്ണൻ മാസ്റ്റർ, പി കെ ചന്ദ്ര ടീച്ചർ എന്നിവരുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ എൻഡോമെന്റുകൾ ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ധർമ്മപാലൻ മാസ്റ്റർ വിതരണം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി ബി എൻ ജയാനന്ദൻ, ബ്ലോക്ക് ട്രഷറർ ടി കെ ഹരിദാസ്, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി വി ജി പ്രസന്നകുമാരി ടീച്ചർ, ബ്ലോക്ക് കൾച്ചറൽ ആൻഡ് ആർട്സ് പ്രോഗ്രാം കൺവീനർ എൻ കെ വിജയകുമാർ, യൂണിറ്റ് സെക്രട്ടറി NAP സുരേഷ് കുമാർ, യൂണിറ്റ് നേതാക്കളായ വിശ്വംഭരൻ കുന്നത്ത്, TJ സുമന ടീച്ചർ, PR ഗിരിജ ടീച്ചർ, കെ രാധ ടീച്ചർ, വനിതാ സബ് കമ്മിറ്റി കൺവീനർ NK കൗസല്യ ടീച്ചർ, MB ജ്യോതി എന്നിവർ സംസാരിച്ചു. നമ്മുടെ 622 സംസ്ഥാന കൗൺസിലർമാരുടെ യോഗത്തിൽ വെച്ച് വന്ന അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച പ്രമേയങ്ങൾ, അത് ഗവൺമെന്റിലേക്ക് സമർപ്പിച്ച കഴിഞ്ഞ പ്രമേയങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും നമ്മുടെ യൂണിറ്റ് കൺവെൻഷനിൽ അത് അവതരിപ്പിച്ചുകൊണ്ട് നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരണം നടത്താം എന്നാണ് തീരുമാനം. യൂണിറ്റ് കൺവെൻഷൻ നമുക്കറിയാം നമ്മുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിന് ശേഷം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാടാനപ്പള്ളി പഞ്ചായത്തിൽ 5 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ 15ാം വാർഡിലെ EMS ലിങ്ക് റോഡ് നാടിന് സമർപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷയായി. വാർഡ് മെമ്പർ ഷൈജ ഉദയകുമാർ, മറ്റു പഞ്ചായത്ത് അംഗങ്ങളായ രന്യ ബിനീഷ്, ശ്രീകല ദേവാനന്ദ്, സന്തോഷ് പണിക്കശ്ശേരി, CM നിസാർ എന്നിവർ സംസാരിച്ചു. EMS റോഡിൻ്റെ ലിങ്ക് റോഡാണ്. ഈ പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾക്ക് വഴി നടക്കാനൊരു സൗകര്യമില്ല എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ശാന്തി ബാസി പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റ് നിസാറിൻ്റെയും വാർഡ് മെമ്പർ ഷൈജ ഉദയകുമാറിൻ്റെയും നേതൃത്വത്തിൽ നടത്തിയ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വം കൊടുക്കുന്ന മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ടാണ് ഈ റോഡിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. മണപ്പുറം വയോജന ക്ഷേമ സമിതി ചാരിറ്റബിൾ സൊസൈറ്റി തൃപ്രയാറിന്റെ 2024 CK ചന്ദ്രപ്പൻ സ്മൃതി പുരസ്കാരം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അർഹനായി. സോമൻ താമരക്കുളം ചെയർമാനായ 7-അംഗ കമ്മിറ്റിയാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ 1 ഞായറാഴ്ച നാട്ടിക ശ്രീനാരായണ ഹാളിൽ വെച്ച് പുരസ്കാര സമർപ്പണം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂടാതെ മികച്ച അധ്യാപന രംഗത്തെ പ്രവർത്തനത്തിന് നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാൾ ജയാബിനി GSB, കഴിമ്പ്രം VPM SNDP സ്കൂളിലെ VG സിന്ധുവിനെയും തിരഞ്ഞെടുത്തു. ആതുര സേവന രംഗത്ത് മികവ് തെളിയിച്ച വലപ്പാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ റഹീന മാവുങ്ങലും ഹെഡ് നഴ്സിനുള്ള അവാർഡ് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഇന്ദിരാബാബുവിനും പുരസ്കാരം നൽകും. മികച്ച സംരംഭകരായി തിരഞ്ഞെടുത്തത് TPR ഗ്രൂപ്പ് MD ഷൈൻ സുരേന്ദ്രനാഥിനെയും തളിക്കുളത്തെ പ്രവാസി വ്യവസായി EY സുധീറിനെയുമാണ്. ജീവകാരുണ്യ മികവിന് ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കറിനെയും ആദരിക്കും. സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BSc ബോട്ടണി ആൻഡ് കമ്പ്യൂട്ടേഷണൽ ബയോളജിയിൽ 5ാം റാങ്ക് നേടിയ വലപ്പാട് സ്വദേശി ജ്യോതിർമയെയും ചടങ്ങിൽ അനുമോദിക്കുമെന്ന് CC മുകുന്ദൻ MLA, ലാൽ കച്ചില്ലം, കിഷോർ വാഴപ്പള്ളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാട്ടിക, വലപ്പാട്, തളിക്കുളം പഞ്ചായത്തിൽ നിന്നും തിരഞ്ഞെടുത്ത വയോജനങ്ങൾക്ക് ചികിത്സാ സഹായവും ഓണപ്പുടവയും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്യും. മണപ്പുറം MD VP നന്ദകുമാർ, ആസ ഗ്രൂപ്പ് MD CP സ്വാലിഹ്, ET ടൈസൺ MLA എന്നിവർ മുഖ്യാതിഥികളാവും. പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ചില വർഷം തോറും നടത്തി വരാനുള്ള വലിയ പ്രോഗ്രാമാണ്
CK ചന്ദ്രത്തിൻ്റെ സ്മൃതി പുരസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. അത് നമ്മൾ കുറച്ച് ആൾക്കാർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റി, ഒരു 7 അംഗ കമ്മിറ്റി നമ്മുടെ പ്രദേശത്തുമായി ബന്ധപ്പെട്ടതുണ്ട്. അപ്പോൾ അവർ പ്രധാനപ്പെട്ട ആൾക്കാരെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പേരെ നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ വലിയൊരു ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിനെ സംബന്ധിച്ചാണ്. കാരണം വെച്ചാൽ പാവപ്പെട്ടായിട്ടുള്ള വയസ്സായിട്ടുള്ള ആൾക്കാരെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയൊരു പ്രോഗ്രാം തയ്യാറാക്കാനുള്ള പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ജലനിധി പദ്ധതികൾക്കായി പൈപ്പുകൾ സ്ഥാപിക്കാൻ പൊളിച്ചിട്ട റോഡുകൾ പദ്ധതി പൂർത്തീകരിക്കാനോ റോഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്താനോ സഞ്ചാരയോഗ്യമാക്കാനോ തയ്യാറാകാതെ ഭരണസമിതി കുറ്റകരമായ അനാസ്ഥയാണ് തുടരുന്നതെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P. മേനോൻ, പഞ്ചായത്ത് മെമ്പർ CP ഉല്ലാസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ VS ജിനേഷ്, ബ്ലോക്ക് കോൺ വൈസ് പ്രസിഡന്റ് KK കുട്ടൻ, KV ചന്ദ്രൻ, യൂത്ത് കോൺ മണ്ഡലം പ്രസിഡന്റ് ലിജേഷ് പള്ളായി, KK മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് സുവർണൻ കൊല്ലാറ, VM ദിനേഷ്, KV സുരേഷ്, ഷംസുദ്ദീൻ ഓലക്കോട്ട്, KV ഉല്ലാസ്, P. സത്യൻ, ശിവശങ്കരൻ നടക്കൽ, OM സമദ്, KR ആര്യമാവ്, രാജൻ പള്ളായി, അജയൻ മച്ചിങ്ങൽ, ഹരിദാസൻ കാരയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കർഷകരുടെ കാര്യം മാത്രമേ ഞാനൊന്ന് പറയാം. അത് മാത്രം മറ്റൊരു കടത്ത് തുടങ്ങിയാൽ ദിവസങ്ങളോടെ പിടിക്കും ഇവിടുത്തെ കാര്യങ്ങൾ പറയാനായിട്ട്. മനസ്സിലായോ? അതായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു 800 കോടി രൂപയോളം കർഷകന് കൊടുക്കാനുണ്ട്. ഈ എങ്ങനെ സപ്ലൈക്ക് കൊടുക്കാനുണ്ട്. നെല്ല് വാങ്ങി അരി കൊത്തി അത് വിറ്റ് അതിൻ്റെ പൈസ വിറ്റ് വേണം ഈ കർഷകന് നെല്ല് കൊടുക്കാൻ. ഇവിടെ ആകെ ചോദിച്ചത് 50 കോടി രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം കേരള ഗവൺമെന്റ് റീസെന്റ് ആയിട്ട് 50 കോടി രൂപ. വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ ഇടവക ദിനവും അവാർഡ് ദാനവും നടത്തി. ഞായറാഴ്ച രാവിലെ നടന്ന ദിവ്യബലിക്ക് മാർ ടോണി നീലങ്കാവിൽ നേതൃത്വം നൽകി. പൊതുസമ്മേളനം ഇടവകാംഗവും കുറുമാൽ സെന്റ് ജോർജ് ദേവാലയ വികാരിയുമായ ഫാദർ ഡോക്ടർ സേവ്യർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ അടുത്തടുത്ത് ഓരോ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോൾ അത് വിജയിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാനും ഇപ്പോൾ 1.5 വർഷമായിട്ട് 175 വീട്ടുകാരുള്ള ഒരു ഇടവകയുടെ വികാരിയാണ്. നമുക്ക് ചില കാര്യങ്ങളൊക്കെ പണ്ട് ഞാൻ ചിന്തിക്കായിരുന്നു, അച്ഛന്മാർക്ക് ഇപ്പം എന്താ ചെയ്താൽ അല്ല എവിടെച്ചാ. ഇപ്പം എനിക്ക് മനസ്സിലായി അത്ര എളുപ്പമല്ല. കാരണം തെക്കോട്ട് വിളിക്കുമ്പോൾ വടക്കോട്ട് പോകുന്നവരെ രണ്ടുപേരും മുട്ടിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള സംഗതിയല്ല അല്ലേ. സമരിയക്കാർ യൂദയക്കാരും തമ്മിലും പിന്നെ ഗലീലിക്കാരൊക്കെ തമ്മിൽ വ്യത്യാസങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് കോമ്പറ്റീഷൻസ് ഒക്കെ നടത്തുമ്പോൾ അല്ലേ. വടംവലി, ദൈവമേ, വടംവലിയൊക്കെ നടത്തിയിട്ട് കഴിഞ്ഞ കൊല്ലം ഓണത്തിന് വടംവലി നടത്തിയിട്ട് വികാരത്തിന് അടികിട്ടാതെ പോകുന്നതേ ഉള്ളൂ പല ഇടവകകളിലും. കാരണം അത്രയും വാശിയോടുകൂടെയാണ് എല്ലാവരും ഇതിനകത്ത് പങ്കെടുക്കുക. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഇത്തരത്തിലുള്ള നമ്മളുടെ എല്ലാ പരിപാടികളും ഒരു ആഘോഷമാക്കുക എന്നതിനേക്കാളുപരിയായിട്ട് വാടാനപ്പള്ളി ഇടവക വികാരി ഫാദർ അഡ്വക്കേറ്റ് ഏബിൾ ചിറമേൽ അധ്യക്ഷനായി. ഡീക്കൽ ക്ലിന്റ് പാണയങ്ങാടൻ, ട്രസ്റ്റി CA ലോനപ്പൻ, ജനറൽ കൺവീനർ ML സെബാസ്റ്റ്യൻ, സിസ്റ്റർ ട്രസി, ഫ്രാൻസിസ് നെല്ലിശ്ശേരി, സെൻസി അലക്സ് എന്നിവർ സംസാരിച്ചു. SSLC, +2 വിശ്വാസ പരിശീലനം എന്നീ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അവാർഡ് നൽകി സമ്മേളനത്തിൽ ആദരിച്ചു. 4 മാസമായി ഇടവകയിൽ നടന്നുവന്നിരുന്ന ഇടവകോത്സവം കോൺകോഡിയ 2024 വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണവും ചെയ്തു. തുടർന്ന് ഇടവകാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അർച്ചന സിൽക്സിൽ തകർപ്പൻ ആടി സെയിൽ. വിചിത്ര പ്ലെയിൻ സിൽക്ക് സാരി 195 രൂപ മാത്രം. ബ്ലൂമിംഗ് പ്ലെയിൻ സാരി 350 രൂപ മാത്രം. ചുരിദാർ മെറ്റീരിയൽ 245 രൂപ. റയോൺ 3 പീസ് സെറ്റ് 345 രൂപ. കോട്ടൺ നൈറ്റികൾ 99 മുതൽ. ടോപ്പുകൾ 100 രൂപ. ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 155 രൂപ മുതൽ. ജഗിങ്സ് 89 രൂപ മുതൽ. അജ്രക് കോട്ടൺ ടോപ്പുകൾ 250 രൂപ. ഗാർഡൻ ഷിഫോൺ സാരികൾ 195 രൂപ. ക്വാളിറ്റിയിൽ കോംപ്രമൈസ്
കോംപ്രമൈസ് ഇല്ല. അർച്ചന സിൽക്സിൽ ആടി തള്ളുപടി. ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ, ഓണം കെങ്കേമമാക്കൂ. തീരദേശത്തിന്റെ വസ്ത്രവിസ്മയം അർച്ചന സിൽക്സിൽ ആടി പെരുമഴ. മികവുറ്റ സ്റ്റാഫുകളുടെ ഹൃദ്യമായ സേവനം. പർച്ചേസ് ചെയ്യൂ അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ ആടി സെയിലിലൂടെ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. ചേട്ടൻ എവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി, പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പം പളവളപ്പം. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല, കോഴിക്കോട് വിലങ്ങാട് തുടങ്ങിയ ഉരുൾപൊട്ടൽ മേഖലയിലെ ദുരിതബാധിതർക്ക് സഹായമെത്തിക്കാൻ പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെമ്മാപ്പള്ളി KN കോംപ്ലക്സിൽ ആരംഭിച്ച കളക്ഷൻ സെന്ററിലേക്ക് ചെമ്മാപ്പള്ളി ALP സ്കൂളിലെ വിദ്യാർത്ഥികൾ ശേഖരിച്ച ഫണ്ട് നൽകി. സ്കൂൾ അസംബ്ലിയിൽ വെച്ച് പ്രധാന അധ്യാപിക KP ബിന്ദു, PTA പ്രസിഡന്റ് PP പ്രജീഷ, സ്കൂൾ ലീഡർ മുഹമ്മദ് യാഫീസ് എന്നിവർ കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തൊറയൻ, കൺവീനർ രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് എന്നിവർ തുക കൈമാറി. സ്വന്തം കാശുകുടുക്കുകൾ പൊട്ടിച്ച തുക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നൽകിയ LKG വിദ്യാർത്ഥി വർണവ്, 4ാം ക്ലാസ് വിദ്യാർത്ഥി ആദിദേവ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. EG ലിജി, കൾച്ചറൽ ഫോറം ഭാരവാഹികളായ സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, പോൾ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. സെറാഫിക് ഗേൾസ് ഹൈസ്കൂൾ സമാഹരിച്ച തുക പ്രധാന അധ്യാപിക സിസ്റ്റർ ടെസിൻ, MPTA പ്രസിഡന്റ് കീർത്തി സ്റ്റാൻലി എന്നിവർ ചേർന്ന് നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ഭാരവാഹികൾക്ക് കൈമാറി. നമ്മളൊരു വയനാടിന് ഒരു കൈത്താങ് എന്ന പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കുട്ടികളെ ചേർന്ന് കുറച്ച് പൈസ കളക്ട് ചെയ്തിരുന്നു. അതിൻ്റെ അവരേക്ക് കൾച്ചറൽ സെൻ്ററിന് ഇത് കൊടുക്കുന്നതിൻ്റെ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അത് കൊടുക്കുന്നത് നമ്മുടെ HM ആണ്. വയനാട് ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബോയ്സ് ഓൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആലപ്പാട് 15,300 രൂപ കൈമാറി. ബോയ്സ് ഓൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി റിജിൻ, വൈസ് പ്രസിഡന്റ് സജീഷ്, ഹിമേഷ്, രക്ഷാധികാരി അനിൽകുമാർ ചേർന്നാണ് തൃശൂർ ഡെപ്യൂട്ടി കളക്ടർക്ക് തുക നൽകിയത്. വയനാട് ദുരിതബാധിതർക്കുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് താന്യം പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് 2 ലക്ഷം രൂപ നൽകി. പ്രസിഡന്റ് MB സഹദേവൻ തുക CC മുകുന്ദൻ MLAക്ക് കൈമാറി. ഭരണസമിതി അംഗങ്ങളായ രാമചന്ദ്രൻ കാരാട്ടുപറമ്പിൽ, രതി സുരേന്ദ്രൻ, ബാബു കൊളക്കാട്ടിൽ, സബിത ബൈജു,
ബീന ദിലീപ് കുമാർ, ബാങ്ക് സെക്രട്ടറി KV ഉണ്ണികൃഷ്ണൻ, ബാങ്ക് ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സർക്കാരിൻ്റെ പ്രഖ്യാപനവും അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും എല്ലാ ബോർഡ് അംഗങ്ങളോടും അവരുടെ ഒരു മാസത്തെ വരുമാനം നമ്മുടെ ഈ ദുരിതവുമായി ബന്ധപ്പെട്ട് കൊടുക്കണമെന്നാണ് പ്രഖ്യാപിച്ചത്. ഞാനും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഒരു മാസത്തെ ഈ വരുമാനം എത്രയാണെങ്കിലും അത് കൊടുക്കാനും കൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോഴാണ് 2 ദിവസമായി ഇപ്പോൾ നമ്മുടെ ചാഴൂര് ഗ്രാമപഞ്ചായത്ത് ഈ ഫണ്ട് ഏൽപ്പിച്ച് ഇപ്പോൾ മിഞ്ഞാന്ന് ഇവിടെ ഏൽപ്പിക്കാനുണ്ടായി. അത് 2 ലക്ഷം രൂപയാണ്. BJP നാട്ടിക മണ്ഡലം കമ്മിറ്റി സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ തിരംഗയാത്ര വലപ്പാട് GDM സ്കൂൾ മൈതാനിയിൽ സമാപിച്ചു. ചെറുപ്പം മഹാത്മാ മൈതാനിയിൽ നിന്നാരംഭിച്ച തിരംഗയാത്രയുടെ സമാപന യോഗം BJP ജില്ലാ ഉപാധ്യക്ഷൻ സർജു തോയ്ക്കാവ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ്, NS സുഗതൻ, രശ്മി ഷിജു, ജോഷി ബ്ലാങ്ങാട്ട്, PK ബേബി, റിനി കൃഷ്ണപ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. പരിപാടികൾ 3 ദിവസം 13, 14, 15 ദിവസം ഓഗസ്റ്റ് 15-ാം തീയതി നമ്മൾ ആചരിക്കുന്നു. നമുക്കറിയാം 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 1947 ഓഗസ്റ്റ് 15-ാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞത് ഇത് ഓഗസ്റ്റ് 15 ഇത് ആപത്ത് 15 എന്ന് പറഞ്ഞവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ. മാത്രമല്ല 1947 മുതൽ 1951 വരെ ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യ ദിനം കരിദിനമായി ആചരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ ഭാരതത്തിന്റെ നേട്ടവും ഉയർച്ചയും പറഞ്ഞുകൊണ്ട് പല പരിപാടികളും നടത്തുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് നടന്നുവരുന്ന ഹർഘർ തിരംഗയുടെ ഭാഗമായി BJP മണലൂർ നിയോജക മണ്ഡലം ബൈക്ക് റാലി നടത്തി. റാലി ധന്യവീർ മനോജ് കുമാർ നായക് മണലൂർ മണ്ഡലം യുവമോർച്ച പ്രസിഡന്റ് അഖിലിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KS ധനീഷ് അധ്യക്ഷനായി. സുജിത് പാണ്ടാരിക്കൽ, മനോജ് മാനിന, പ്രവീൺ പറഞ്ഞനാട്ട്, ബിജു പാലുവായ്, സന്തോഷ് പണിക്കശ്ശേരി, MR വിശ്വൻ, സന്തോഷ് കോലാരി, രാജൻ മഠത്തിൽ എന്നിവർ സംസാരിച്ചു. കാഞ്ഞാണി സെന്ററിൽ നിന്നാരംഭിച്ച ബൈക്ക് റാലി പാവർട്ടി സെന്ററിൽ അവസാനിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് ഭീമൻ മാവേലിയുമായി തൃപ്രയാർ ഇഷാര ഗോൾഡ്. ചിങ്ങം 1 മുതൽ ആരംഭിക്കുന്ന ഓണാഘോഷത്തെ വരവേൽക്കാൻ ഡാവിഞ്ചി ഉണ്ണി നിർമ്മിച്ച മാവേലി തമ്പുരാനെ പ്രദർശിപ്പിക്കുന്നതിനോടൊപ്പം വമ്പൻ ഓഫറുകളും ഒരുക്കിയിരിക്കുകയാണ് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. 1 പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് പട്ടുസാരി സമ്മാനമായി നൽകും. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഗിഫ്റ്റും ഉണ്ടാകും. ആന്റിക് ചെട്ടിനാട് കുവൈറ്റി ആഭരണങ്ങൾക്ക് ഓണം സ്പെഷ്യൽ ഡിസ്കൗണ്ടും നൽകും. ഓണം പ്രമാണിച്ച് 100 രൂപയ്ക്ക് വേദനയില്ലാതെ കാതുകുത്തി കൊടുക്കും. ഓണക്കാലത്ത് ഇഷാര ഗോൾഡ് സന്ദർശിച്ച് ഷോപ്പിംഗ് ചെയ്യുന്ന എല്ലാവർക്കും ഓണസമ്മാനം നൽകുമെന്നും ഇഷാര PRO ഉബൈദു പറഞ്ഞു. ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്പോർട്സ് മീറ്റ് വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. മുൻ ദേശീയ വോളിബോൾ താരം ഗോപിദാസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പ്രദീപ് ലാൽ അധ്യക്ഷനായി. പ്രധാനാധ്യാപകൻ KS കിരൺ, പ്രിൻസിപ്പാൾ PK ശ്രീജിഷ്, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ അനിൽകുമാർ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ VK ജ്യോതി പ്രകാശ്, ഉമറുൽ ഫാറൂഖ്, നസീമുദ്ദീൻ, ഷൈന KV, ഫാത്തിമ, സജീഷ് സത്യൻ, സ്റ്റാഫ് സെക്രട്ടറി S പ്രമോദ്, സ്കൂൾ അധ്യാപകനും ദേശീയ താരവുമായ ബിജു മോഹൻ ബാബു, സ്കൂളിലെ കായികാധ്യാപകനും ദേശീയ വോളിബോൾ റഫറി TN സിജിൽ എന്നിവർ സംസാരിച്ചു. 800ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു.
താന്യം പഞ്ചായത്ത് 6-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന നൽകി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് ശുഭ സുരേഷിന് തൊഴിലുറപ്പ് തൊഴിലാളികൾ തുക കൈമാറി. വാർഡ് മെമ്പർ മീന സുനിൽ, തൊഴിലുറപ്പ് മേറ്റുമാരായ മല്ലിക മദനൻ, ലത ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ താന്യം പഞ്ചായത്തിലെ 18 വാർഡിലെയും തൊഴിലുറപ്പ് തൊഴിലാളി സഹോദരിമാരിങ്ങനെ മുൻകൈയെടുത്താലേ ഒരു ചെറിയൊരു സംഖ്യയെങ്കിലും നമുക്ക് ആരെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു വീട് വെച്ച് കൊടുക്കാനോ ഒരു സ്ഥലം വാങ്ങിക്കാനുള്ള ഒരു ചെറിയൊരു തുക നമുക്കെല്ലാവർക്കും കൂടി കൊടുക്കാനായിട്ട് സാധിക്കും. വയനാട്ടിലെ ദുരന്തം എല്ലാവർക്കും അറിയാം. എത്രയോ ആളുകൾക്ക് വീടില്ലാതെയും. വാണിജ്യം വാടാനപ്പള്ളി ഗണേശമംഗലത്ത് ഗൃഹോപകരണങ്ങളുടെ വൻ ശേഖരവുമായി ജനതാ ഹോം മാർട്ട് പ്രവർത്തനം ആരംഭിച്ചു. ജനതാ ഫാൻസി ഹൌസിന്റെ 30-ാം വാർഷികത്തോടനുബന്ധിച്ച് പുതിയ സംരംഭം പ്രവർത്തനം ആരംഭിക്കുന്നത്. 3 നിലകളിലായി വിശാലമായ സൗകര്യത്തോടെ ഒരുക്കിയിരിക്കുന്ന ജനതാ ഹോം മാർട്ടിന്റെ ഒരു നില മുഴുവൻ കുട്ടികൾക്കുള്ള ഉൽപ്പന്നങ്ങളാണ്. കളിപ്പാട്ടങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ലോകമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ മറ്റു നിലകളിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും കിച്ചൺ വെയേഴ്സും അലങ്കാര വസ്തുക്കളും മനോഹരമായി ഒരുക്കിയിട്ടുണ്ട്. ജനതാ ഹോം മാർട്ടിന്റെ ഉദ്ഘാടനം കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമ്മലും ശ്രീമതി ത്രേസ്യ തോമസും ചേർന്ന് നിർവഹിച്ചു. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വേർക്കാൻ പാടില്ല എന്ന്. അത് കാരണം ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഒരു വിശപ്പിന്റെ അസുഖമുണ്ട്. അതായത് ഏത് നേരം തിന്നണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ടെന്നയുടെ പ്രത്യേകത അധ്വാനമാണ്. പ്രിയമുള്ളവരെ, ചില വീട്ടിലും മാവുമ്പോ നിറച്ച് മാങ്ങയുണ്ടായി നിൽക്കണ കാണുമ്പോണ്ടല്ല നമുക്ക് സന്തോഷം. കാരണം എന്താണെന്നറിയോ? ആ മാങ്ങ പൊട്ടിക്കുമ്പോ നമുക്ക് എന്തായാലും കിട്ടും. ചിലവരുടെ വീട്ടിൽ മാങ്ങ ഉണ്ടാകണ കഴിഞ്ഞാല് വലിയ സന്തോഷമൊന്നുമില്ല. എന്ത് കണിമാങ്ങ പോലും തരില്ല. ടെന്നിയുടെ മാവുമ്പോ ധാരാളം മാങ്ങ ഉണ്ടാവണം. കാരണം എന്താണെന്നറിയാം? നാട്ടിലെല്ലാവർക്കും മാങ്ങ കിട്ടും. ഏത് മനുഷ്യനാണ് വളരുക എന്നറിയോ? കൊടുക്കുന്നവനാണ്. 25ാമത്തെ വർഷത്തിലാണ് ടെന്നി മോനേട്ടനെയൊക്കെ വിളിച്ച് പറഞ്ഞത്. അന്ന് ഞാന് കൊച്ചു കടയിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും നിങ്ങള്. ഇതൊക്കെ ഒരു മാതൃകയാണ് വാടാനപ്പള്ളിക്കാർക്ക്. ടെന്നിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം നല്ലത് എല്ലാവർക്കും ചെയ്യാം. അങ്ങനെയാണ് ഒരു നാട് പുരോഗമിക്കുക. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി എന്നിവർ വിശിഷ്ടാതിഥികളായി. MT ജോസ്, MT ഫ്രാൻസിസ് എന്നിവർ ആദ്യ വിൽപ്പന നടത്തി. പഞ്ചായത്ത് അംഗം ഷൈജ ഉദയകുമാർ, ഹെൽത്ത് സൂപ്പർവൈസർ K ഗോപകുമാർ, കിഡ്നി ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ G മോഹനചന്ദ്രൻ, വാടാനപ്പള്ളി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജബ്ബാർ അറക്കൽ, MT ടെന്നി, നയന ടെന്നി എന്നിവർ സംസാരിച്ചു. കൂടുതൽ ടെന്നിയെക്കുറിച്ച് ഞാൻ ഇനി പറയുന്നില്ല. എല്ലാ രംഗത്തും അതുപോലെ തന്നെ നമുക്കൊരു വ്യാപാര മേഖലയിൽ വാടാനപ്പള്ളിക്കോ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങൾക്കൊക്കെ തന്നെ
ഒരു അംബാസഡർ ആവണമെന്നുണ്ടെങ്കിൽ തന്നെ ടിന്നിയെ കണ്ടുപിടിക്കണം. വ്യാപാരത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ വ്യാപാര മേഖലയെ പുഷ്ടിപ്പെടുത്താം എന്നുള്ള കാര്യത്തിൽ തന്നെ നമുക്ക് വേറെ ഒരാളെയും ആശ്രയിക്കേണ്ടതില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്താൻ മോട്ടോർ വാഹന വകുപ്പ് ജനകീയ സദസ്സ് നടത്തി. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ പുതിയ ആസ്ഥാന മന്ദിരം സഹകരണ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. മണലൂർ ഗവൺമെന്റ് സ്കൂളിന് അപകട ഭീഷണിയായി നിന്നിരുന്ന മരങ്ങൾ മുറിച്ചുമാറ്റി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.